പറഞ്ഞോളൂ. ഒരു നമ്പർ ഉണ്ടായിരുന്നു, നമ്പർ ഒന്ന് പറഞ്ഞത് 97. ഓക്കെ, താങ്കൾ വിളിക്കുന്ന നമ്പർ 9961 43 56 അല്ലേ? അതെ അതെ. നമ്പർ 97 44 ഓക്കെ 06 06 7 7 007. 00. ആ നമ്പർക്ക് ഹലോ, നിങ്ങളുണ്ടല്ലോ ഒരു ഡയലക്ടറിന്റെ കോള് വിടണ്, ആച്ചിൻകാരയോരത്തെന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ഓക്കെ. ഇനി മേലാൾക്ക് ആ നമ്പർക്ക് ആ കോള് വരികയെങ്കിൽ ഐഡിന്റെ ഓഫീസ് അടിച്ചിട്ട് പൊളിച്ചില്ലേ കേട്ടാ പറഞ്ഞതാ. സംസാരിക്കേണ്ട ആളെ തരും നെബിയില്. എനിക്ക് ഈ ട്യൂണ് വേണ്ട. നിങ്ങൾ മനുഷ്യ ഓരോ മരിച്ചോടത്ത് പോകുമ്പോഴും വേറെ ഓരോ ആവശ്യത്തിന് പോകുമ്പോഴും ഇത് ഈ പാട്ട് ഇവര് ബില്ലടിക്കണ ഇതാ കേൾക്കണ്. എന്നിട്ട് അല്ലോ ഒന്ന് ചോദിക്കുമ്പോ ആച്ചിൻകാരയോരത്ത് നിങ്ങൾക്ക് മറ്റേത് വേണ്ട ഇത് വേണ്ടത് ചോദിക്കുന്നു. നിങ്ങളെന്താ ആളെ മറ്റോടത്താക്കുക? എനിക്കൊരു കാര്യം ചെയ്യല്ല, നിങ്ങൾ ഈ നമ്പർക്ക് ഇനി മേലാൾക്ക് എങ്ങനെ ബന്ധുക്കെങ്കിൽ ഐഡിന്റെ ഓഫീസ് അടിച്ച് പൊളിച്ചതേക്കാരോ. ഹലോ, ഇവിടെ പറഞ്ഞോണ്ട് നിങ്ങൾ അവിടുന്നല്ല, നിങ്ങളെടുത്തുന്നല്ല ഈ കോൾ ഇങ്ങോട്ട് വരുന്നേ. നിങ്ങൾക്ക് ആ നമ്പർക്ക് അതന്നെ ഒഴിവാക്കി കൂടെ? നിങ്ങൾ ഓരോ സ്ഥലത്തുനിന്ന് ഓരോ ഫംഗ്ഷനും മറ്റൊക്കെ ഉള്ള ആളാ, ബിസിയുള്ള ആൾക്കാരെ ഞങ്ങളൊക്കെ. എന്നിട്ട് അവിടുന്ന് എന്റെ പോകുമ്പോ എന്റെ പരിപാടി ഇത് വരുമ്പോൾ ആൾക്കാരുടെ എന്റെ ഫോൺ എടുക്കുമ്പോ ആച്ചിൻകരയോ മറ്റോടത്തെ പറഞ്ഞുണ്ട്. ഞാനിപ്പോ ഇത് ഒഴിവാക്കാൻ കഴിയില്ല, അത് പറഞ്ഞാൽ മതി. ഒഴിവാക്കുന്നതിനെ പറ്റി തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒഴിവാക്കുന്നതിനെ പറ്റി എനിക്ക് പറഞ്ഞാൽ നിങ്ങൾ ഈ കോൾ ഇതിലേക്ക് വരരുത്, അതിന് നിങ്ങൾക്ക് അവിടെ കഴിയും ചെയ്യാൻ കഴിയോ? പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം താങ്കൾ അതൊന്ന് കേൾക്കുക. അതായത് മറ്റൊന്നുമല്ല, നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രോസസ് ഉണ്ട്. ആ ഒരു പ്രോസസ് അനുസരിച്ച് നമ്മൾ ഇവിടുന്ന് ഐസൊലേഷനുള്ള റിക്വസ്റ്റ് എടുക്കുക. താങ്കൾ ഇനിയുള്ള എന്റെ ഫോണിൽ ഓൾറെഡി പാട്ട് പിന്നെന്തിനാ ആവശ്യം? ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ. കാരണം ഞാൻ ഇവിടുന്ന് റിക്വസ്റ്റ് എടുക്കാം. റിക്വസ്റ്റ് എടുത്തു കഴിഞ്ഞാല് താങ്കൾക്ക് ഈ കോൾസിന്റെ മാത്രമല്ല ഓഫറുകള് അതുപോലുള്ള മെസ്സേജുകളോ കോൾസിന്റെ ഇത് അങ്ങനത്തെ ഒന്നും വരത്തില്ല. ഒരു ഓഫറും വേണ്ട എനിക്ക് ഒരു ഓഫറും വേണ്ട. എനിക്ക് ഇങ്ങനത്തെ പോയാൽ മതി. ഇത് വല്ലാത്ത ശല്യം, ചില്ലറ ശല്യം നല്ലതുകൊണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. താങ്കൾക്ക് ആദ്യത്തെ 15 ദിവസം കൊണ്ട് ഐഡിയയിൽ നിന്നുള്ള ഇത് തീരും. ബാക്കിയുള്ള ആദ്യത്തെ 15 ദിവസം ഞാനിവിടെ റിക്വസ്റ്റ് എടുത്തു കഴിഞ്ഞാല് ആദ്യത്തെ 15 ദിവസം കൊണ്ട് ഐഡിയയിൽ നിന്നുള്ള കോൾസ് താങ്കൾക്ക് നിൽക്കും. ഞാനിവിടെ ഞാൻ മലയാളത്തിലൂടെ പറഞ്ഞത് സാർ. കാരണം അതായത് ആദ്യത്തെ 15 ദിവസം ഓക്കെ, അത് ഞാൻ പറഞ്ഞു തരാം. ആദ്യത്തെ 15 ദിവസം കൊണ്ട് താങ്കളോടൊപ്പം ഐഡിയയിൽ നിന്ന് വരുന്ന ഇങ്ങനത്തെ കോളുകളുണ്ടല്ലോ, ഈ അലജുവിന്റെ കോളുകള്, അതുപോലെയുള്ള മറ്റു കോളുകള്, ഈ ഓഫറുകളെ സംബന്ധിച്ചുള്ള കോളുകള്, അതൊക്കെ താങ്കൾക്ക് നിൽക്കും. ആയിക്കോട്ടെ, നിന്നോട്ടെ. വളരെ ഉപകാരം. 15 ദിവസമല്ല, നാളെ തന്നെ നിർത്താൻ കഴിയുന്നൊക്കെ അത് എനിക്കറിയണ്ടി. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ വരുന്ന 45 ദിവസം കൊണ്ട് കൊണ്ടാണ് താങ്കൾക്ക് പിന്നെ ബാങ്കിനൊക്കെയുള്ള ക്രെഡിറ്റ് കാർഡ് അങ്ങനെയൊക്കെയുള്ള ഓരോ കോളുകൾ വരുന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു കോളും വേണ്ട പോലെ. സത്യം പറയും, എനിക്ക് അങ്ങനത്തെ ഒന്നും വേണ്ട. എനിക്ക് അങ്ങോട്ട് കോൾ ചെയ്യാൻ ഇങ്ങോട്ട് കോൾ തരാൻ മതി. നിങ്ങൾ ആച്ചിൻകരടുത്ത് ഓഫറും കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട. ഓക്കെ സാർ, ഞാനൊക്കെ താങ്കളുടെ റിക്വസ്റ്റ് എടുത്തിട്ടുണ്ട്. റിക്വസ്റ്റ് എടുത്തിട്ട് കാര്യമില്ല, എടുത്തിട്ട് അങ്ങനെ കുറെ എടുത്തോണ്ട് റിക്വസ്റ്റ് ഇങ്ങനെ എടുക്കുക. നിങ്ങൾ എടുക്കട്ട് വെക്കുന്ന റിക്വസ്റ്റ്. ഓക്കെ, താങ്കൾ 28-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് താങ്കൾക്ക് ഈ പ്രശ്നത്തെ പരിഹാരം ഉണ്ടാവും. ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. താങ്കൾ എന്തായാലും അടിച്ചാണ്ട് പൊളിച്ചിലേക്കാരെ. നമ്മൾ നിങ്ങളെ അടുത്ത ആൾക്കാരല്ല, നിങ്ങൾ അവിടെ ഇരിക്കുന്ന ആൾക്കാരല്ല. ഞങ്ങൾ പല പണിയുള്ള ആൾക്കാരാണ്. അത് മനസ്സിലാക്കണം. ഇന്ത്യന്നല്ല, ഇതുപോലെ പല ആളുകൾക്കും വരുന്നുണ്ട് ഈ പ്രശ്നങ്ങള്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോരുത്തരും സ്റ്റാൻഡേർഡിനനുസരിച്ച് വിട്ടുകൊടുക്കണം. ബുദ്ധിമുട്ട് നല്ല മനസ്സിലാക്കണം. നിങ്ങള് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചില്ലറ ബുദ്ധിമുട്ടൊന്നുമല്ലത്. ഇത് ഐഡിയന്റെ ഫോണ് ചില്ലറ ബുദ്ധിമുട്ടൊന്നുമല്ല. എയർടെലിന്റെ ഒക്കെ ഉണ്ട് ഇങ്ങനെ, പക്ഷെ എയർടെൽ ഇങ്ങനെ വരുന്നില്ല. ഐഡിയന്റെ ഇങ്ങനെ വരുന്നുണ്ട്. ഐഡിയന്റെ ചില്ലറ ബുദ്ധിമുട്ടല്ലേ തരുന്നുണ്ട്. ഞാൻ മിഞ്ഞാന്നൊരു മരിച്ചോടത്ത് വീട്ടിൽ പോയി. അവിടുന്ന് ഫോൺ വന്നപ്പോ എടുത്തപ്പോ അർജന്റായിട്ട് പുറത്ത് പോയി കുറെ ദൂരം പോയി കണ്ട് ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്ത്. അപ്പൊ ആച്ചിൻകരയോരത്തെ ചാറ്റൽമാരെ ചോദിച്ചാലോ, അതാ പറയുന്നത്. അപ്പൊ എന്താ ചെയ്യാ? എന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. ഇത് എന്നും ബുദ്ധിമുട്ടിങ്ങൾ നിൽക്കേണ്ടപ്പോഴാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ മാറി ഇഞ്ഞങ്ങാനത്തേക്ക് കോള് വന്നെങ്കിൽ പറഞ്ഞ നേരിട്ട് കാണാം. കേരളത്തിലെ ഏതെങ്കിലും ഐഡിയന്റെ ഓഫീസ് എന്തായാലും അടിച്ചു പൊളിച്ചു.
അതിനുള്ള ആൾക്കാർ ഇൻട്രസ്റ്റ് ഉണ്ട്, ഞാനും എല്ലാം റെഡിയാ. ഞാനിവിടെ റിക്വസ്റ്റ് എടുത്തിട്ടുണ്ട്. കാരണം മതമില്ലാതെ ഞാൻ എന്റെ വാക്കുകൾക്കൊന്നും മാത്രം ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. റിക്വസ്റ്റ് ഇരിക്കല്ലേ, എനിക്ക് ഇന്ന് മുതൽ എന്റെ വരരുത്. ഞാൻ അത്രയ്ക്ക് ഈറ്റായി കിടക്കണ്. ഇന്ന് മുതൽ ഇപ്പൊ ഈ സെക്കൻഡ് മുതൽ ആ കോൾഡ് വന്നാല് ബാക്കി ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുണ്ട് സാർ. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിനോട് ഞാൻ അറിയിച്ചിട്ടുണ്ട്. അറിയിച്ചിട്ട് കാര്യം ഇതേപോലെ ഇതിന് മുമ്പ് വിളിച്ചതാണ് മോളെ. ഇതിന് മുമ്പ് വിളിച്ചപ്പോ എന്താ പറഞ്ഞതറിയോ? റിക്വസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് എങ്ങനത്തെ റിക്വസ്റ്റ് അല്ല നിങ്ങൾ കൊണ്ടേക്കണേ? ഇതിന് മുമ്പ് റിക്വസ്റ്റ് എടുത്താണ്, ഇങ്ങോട്ട് പിന്നെയും വന്നല്ലേ കോളെ? എനിക്ക് ടെമ്പററി ഇഷ്യൂ കൊണ്ടായിരിക്കും അങ്ങനെ വന്നത്. തൽക്കാലത്തെ പ്രശ്നം കൊണ്ടായിരിക്കും അങ്ങനെ വന്നത്. ഏതായാലും ശരി, ഇനി മേലാർക്ക് വന്നെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ മാതിരിക്കും എന്തെങ്കിലും സംഭവിക്കും. ഹലോ, ആദിത്യ ബിർളന്റെ ഐഡിയ അവർക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാക്കി കൊടുക്കണ്ടേ? നമ്മക്ക് ഇങ്ങനെ നഷ്ടം ഉണ്ടാക്കുന്ന ഓൾക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാക്കി കൊടുക്കണ്ടേ? ഓരോ പൈസക്കാരൊക്കെയാണ്. ഓക്കെ, പക്ഷെ നമ്മക്ക് എന്തെങ്കിലും നഷ്ടം ഇങ്ങനത്തെ ഓരോ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഓൾക്ക് വലിയ നഷ്ടം ഉണ്ടാക്കി കൊടുക്കണ്ടേ? അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. ഇനി മേലാൾക്ക് ഇതിലേക്ക് കോൾ വരുന്ന പോയിക്കോളേണ്ടി പറഞ്ഞുതരാം. വരരുത്, വരത്തില്ലെന്നല്ലേ, വരരുത്. ഓക്കെ എന്നാല് ഇനി മേലെ ഇങ്ങനെ കോള് വന്നെങ്കിൽ പറഞ്ഞു കുറെ അനാവശ്യം തൊള്ളിയിൽ വരാൻ വെച്ചാക്കുന്നത് നിങ്ങള് സ്ത്രീ ആണെന്നുള്ള രീതിയിൽ ഉണ്ടാകുന്നതാണ്. വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഇനിയിപ്പോ താങ്കൾക്ക് ഓഫറുകളൊക്കെ അറിയാനായിട്ട് ഒരു ഓപ്ഷനേ ഉള്ളൂ. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കളുടെ മൊബൈലിൽ നിന്നും 500 എന്ന നമ്പർ വിളിക്കാം. ഇത് ആക്റ്റീവായി കഴിഞ്ഞാൽ പിന്നെ മറ്റു നമ്മളെ കോൾ ചാർജ് കുറയ്ക്കാനുള്ള ഓഫറുകളെ പറ്റി അങ്ങനെയൊന്നും താങ്കൾക്ക് അറിയാൻ പറ്റത്തില്ല. കോൾ ചാർജ് കുറയ്ക്കുന്ന കോൾ ചാർജ് ഈ പാട്ട് വരുന്ന കട്ടാക്കിയ കോൾ ചാർജ് വരാനുള്ള ഓഫർ ചെയ്യാൻ കഴിയില്ല. ക്ഷമിക്കാം, നമുക്ക് അങ്ങനെ പറ്റത്തില്ല. ഈ പാട്ട് ഹലോ, ഈ പാട്ട് വരുന്ന കട്ടാക്കിയാലേ കോൾ ചാർജ് ചെയ്യാൻ വരണ്ടേ, കോൾ ചാർജ് കുറയ്ക്കണ്ടേ ചെയ്യാൻ കഴിയില്ല നിങ്ങൾ പറഞ്ഞേ? അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല, അതും വേണ്ട, കോൾ ചാർജ് കുറയും വേണ്ട. എന്നാലും പൊന്നാതെ പോളെ ഈ പാട്ട് നിന്നിട്ടാൽ മതി, അതാ വേണ്ടി, അതൊന്നും വേണ്ട. ഓക്കെ, കോൾ ചാർജ് കുറക്കാം. ആയിക്കോട്ടെ, ഇത് കണ്ടിന്യൂമാർ ഇങ്ങനെ കിട്ടുള്ളൂ കേട്ടോ. കാരണം കോൾ ചാർജിലൊന്നും വരത്തില്ല. ആയിക്കോട്ടെ, 55 ചെയ്തൂടെ കേട്ടോ? 55-ന്റെയൊക്കെ ചെയ്യാം. 55-ന്റെയൊക്കെ ചെയ്യാനായിട്ട് താങ്കൾ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ ഓപ്ഷൻ ഉണ്ട്. അല്ല, ഓരോ മന്ത്ലി ആവുമ്പോ ചെയ്താൽ പോരാ. ഓഫർ വിളിച്ച് പറയണമെന്നൊന്നുമില്ലല്ലോ. വേറൊന്നുമില്ല. ഇല്ല, ചെയ്താൽ കോൾ ചാർജ് കുറയില്ലേ? ചെയ്താൽ കുറയാനാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്. താങ്കളിത് ഓക്കെ ഇതിന് 3 ദിവസം റെന്റ് എടുക്കുന്ന ഒരു പ്ലാൻ ഉണ്ടല്ലോ. ആ പ്ലാൻ ഇപ്പൊ എന്റെ നിലവിലുണ്ടോ? 3 ദിവസം റെന്റ് എടുക്കുന്നുണ്ട്. കോൾ ചാർജ് നമുക്ക് വരുന്നത് ആഡിക്കേറ്റ് 30 പൈസ, അപ്പർ മൊബൈൽ 50 പൈസ, ലാൻഡ് ഫോണിലോട്ട് 75 പൈസ, എസ്റ്റിഡികൾക്ക് 1 രൂപ. അത് ഞാൻ ഇന്ത്യയിൽ ഓൾറെഡി 55 ചെയ്തതിന് വെച്ചപ്പോ രണ്ടാമത് ചെയ്താണത്. ഓക്കെ, അപ്പൊ 55-ന്റെ കൂടാതെ ഉള്ള ഇതാണ്. അപ്പൊ അത് കട്ട് ചെയ്യാനായിട്ട് താങ്കൾക്ക് 165 സ്റ്റാർ 165 സ്റ്റാർ. അത് കട്ട് ചെയ്യാനോ? കട്ട് ചെയ്യണമെങ്കിൽ താങ്കൾ ചെയ്യാവുന്നതാണ്. എങ്ങനെ കട്ട് ചെയ്യാന്? സ്റ്റാർ 165 സ്റ്റാർ 165 സ്റ്റാർ 10 #. ഈ നമ്പർ ഈ നമ്പർ ഡയൽ ചെയ്യാം. ഈ നമ്പർ ഡയൽ ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ ആയിക്കോളും കേട്ടോ. താങ്കൾക്ക് ഓക്കെ, നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ.